അലീന ബാലേന്ദ്രന് ചായയുമായിട്ട് വരികയാണ്. ബാലേന്ദ്രൻ ഈ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ മോളെ നിന്ന് പരുങ്ങുന്നേ എന്ന് ചോദിക്കുമ്പം അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ. എന്താടി അതിന് മുഖവരടൊക്കെ ആവശ്യമുണ്ടോ? നീ കാര്യം പറ. അച്ഛാ ആ ശരണ്യ നമ്മളെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നില്ലേ? നമ്മളെയല്ല നിന്നെ കാണാൻ. നിനക്ക് പനിയെന്നറിഞ്ഞപ്പോ ആ കുട്ടിക്ക് സഹിക്കാനായില്ല. സ്വന്തം സഹോദരന്മാരില്ലാത്ത സ്നേഹമാണല്ലോ നിന്നോട്. നീ എന്ത് കൈവശം കൊടുത്താണ് ഈ മയക്കിയത് എന്ന് ചോദിക്കുമ്പം എൻ്റെ പൊന്നച്ഛ ഞാൻ സ്നേഹം കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലാതെ മേഡം പറയുന്ന പോലെ ഞാൻ ഒരു കൈവശവും കൊടുത്തിട്ടില്ല. ആ ശരി ആയിക്കോട്ടെ. എങ്കിലും അവരെ വന്ന് കണ്ട് സംസാരിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിനകത്ത് എന്തോ ഭാരം ഇറങ്ങിയതുപോലെ ആയി മോളെ. ആ കുട്ടിയോട് കൈ പിടിച്ച് ക്ഷമ പറഞ്ഞപ്പോളേ എനിക്ക് എന്തെന്നില്ലാത്ത വലിയ സന്തോഷമായി. മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറങ്ങി. പാവം പെൺകുട്ടി, എൻ്റെ ബബിതയുടെ പ്രായം പോലും ഇല്ല. ആ പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറയാണ്. എങ്കിലും അവർ അമ്മയും കൂട്ടി ആ കുട്ടി വന്നല്ലോ എന്ന് പറയുന്നുണ്ട്. ബബിത പറയാണ് അവരുടെ അച്ഛനും ആങ്ങളയ്ക്കൊന്നും അതൊരു താല്പര്യമുള്ള കേസൊന്നും അല്ല. മാത്രമല്ല ആ കോളനിക്കാർ പലരും ഇപ്പോൾ പറയുന്നുണ്ട് കാശ് കൊടുത്താണ് നമ്മളെ കേസ് ഒഴിവാക്കിയെന്ന്. പാവങ്ങള് അതുങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനും പഠിപ്പിച്ചോളാനും ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്നും ഒക്കെ ആ പാർട്ടിക്കാരും ആ സമുദായക്കാരും ഒക്കെ പറഞ്ഞിരുന്നതാ. രോഹിണിയുടെ കേസിൽ ആ കുട്ടി മൊഴി അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ അവരെല്ലാവരും ഇപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാച്ചാ. നമ്മുടെ രോഹിത്തിന് വേണ്ടിയല്ലേ അവൾ അങ്ങനെയൊക്കെ ചെയ്തത്. അവളുടെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ആ കുട്ടിയൊന്നും ചെയ്തിട്ടില്ല. സത്യങ്ങളെ വിളിച്ചു പറഞ്ഞു നമ്മളുടെ രോഹി. അതുകൊണ്ടല്ലേ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യേണ്ടേച്ചാ എന്ന് ചോദിക്കുമ്പം ഞാനും കുറച്ച് ദിവസമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കാം മോളെ. അന്നോത്തിപ്പോൾ കുട്ടിയുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണമെന്ന് ഞാൻ അവരുടെ അമ്മയോട് പറഞ്ഞിരുന്നു. അത് പോരച്ചാ, ഇപ്പോഴേ കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഇപ്പോഴേ നോക്കിയാലേ നല്ലൊരു കോളേജിലേക്ക് ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. നല്ല പഠിപ്പിസ്റ്റാ, എല്ലാ വിഷയത്തിനും ഫുൾ A+ആ. +2 മാർക്ക് റിസൾട്ട് വന്നല്ലോ. എല്ലാ വിഷയത്തിനും A+ ഉണ്ടെന്ന് എന്നെ വിളിച്ച് പറഞ്ഞു. അതും സ്കൂളിലെ തന്നെ ടോപ്പർ സ്റ്റുഡൻറ്റാ. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറയാൻ കേട്ടോ. പാവം പെൺകുട്ടി ആ ഹരിയെ വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അവളുടെ ലൈഫ് തന്നെ തകർന്ന അവസ്ഥയിലാച്ചാ. അവരുടെ വീടൊക്കെ അച്ഛൻ കണ്ടിട്ടില്ലല്ലോ. ഒരു കുഞ്ഞു വീടാ. അത് മാത്രമല്ല പറയത്തക്ക ജോലിയോ സമ്പാദ്യമോ ഒന്നും അവർക്കില്ല. എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണം അച്ഛാ എന്ന് പറയുന്നുണ്ട്. ഞാനിവിടുന്ന് പോയാലും ആ കുട്ടിയുടെ കാര്യത്തിന് ഒരു വിഷമം ഉണ്ടാവരുത് എന്ന് പറയുമ്പോൾ നീ ഇവിടുന്ന് പോവാനോ? എവിടെ പോവാന്? നീ അങ്ങനെ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. അങ്ങനെ നമുക്ക് തറപ്പിച്ച് പോകാൻ നോക്കിയില്ലല്ലോ അച്ഛാ. പോവേണ്ടി വന്നാൽ ഞാൻ പോയല്ലേ പറ്റുള്ളൂ. ഇത് എൻ്റെ വീടല്ലല്ലോ. ആര് പറഞ്ഞത് നിൻ്റെ വീടല്ലെന്ന്? നീ എൻ്റെ മകളാണല്ലോ. അപ്പോൾ ഇത് നിൻ്റെ വീട് തന്നെയാ അച്ഛാ. അതിലൊക്കെ പറയാന്നല്ലേ ഉള്ളൂ, അല്ലാതെ അതിലൊക്കെ വലിയ അർത്ഥമൊന്നും ഇല്ലല്ലോ. മേഡം എന്നെ മനസ്സിലാക്കി എന്നെ മോളെ സ്വീകരിക്കുന്ന അന്ന് മാത്രമല്ലേ എനിക്കിതിനുള്ള അവകാശം ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പം ബാലൻ പറയുകയാണ് അതൊരിക്കലും സംഭവിക്കില്ല. അവൾ അങ്ങനെ അറിഞ്ഞാലേ ആ നിമിഷം അവളെ ഡിവോഴ്സ് ചെയ്യും. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്. അച്ഛൻ അമ്മയെ ഡിവോഴ്സ് ചെയ്യാൻ നിൽക്കുക. എന്തെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ വിഷമിച്ച് നിൽക്കുകയാണ്. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? അവളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ക്യാഷ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. എത്ര ലക്ഷം വേണമെങ്കിലും ഞാൻ ഇട്ട് കൊടുക്കാം. അവർ ബിസിനസ് ചെയ്യുവോ വീട് വെക്കുവോ എന്താച്ചാ ചെയ്തോട്ടെ. എൻ്റെ മോൻ്റെ ജീവിതം അവർ രക്ഷപ്പെടുത്തിയതല്ലേ. അത് മാത്രമല്ല ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല പാവം പെൺകുട്ടി, സൗമ്യമായ പെരുമാറ്റം. ആ അമ്മയാണെങ്കിൽ പോലും മടിച്ചാ ഇങ്ങോട്ടേക്ക് കയറി വന്നത് പോലും. ഇത്രയും വലിയ വീടൊക്കെ കണ്ടപ്പോൾ ആ പാവങ്ങൾ പേടിച്ചു പോയി കാണും. അതേ അച്ഛാ, കഴിക്കാൻ പോലും അവർ നിൽക്കുന്നില്ലായിരുന്നു. ഈ വീട് കണ്ടിട്ട് തന്നെ അവർ അന്താളിച്ചിരിക്കുമായിരുന്നു. ഷാജേട്ടനും അതുകൊണ്ടാണ് വാതിൽക്കൽ തന്നെ ഇരുന്നത്. അവരെല്ലാം ചെറിയ വീട്ടിലേക്ക് താമസിക്കുന്ന ആൾക്കാരല്ലേ. അതുകൊണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് എന്തോ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പോയിട്ടെന്നെ വിളിച്ചിരുന്നു. എന്നാ വലിയ വീടാ, ചേച്ചിയുടെ മുറി തന്നെ എന്നാ വലിയ മുറിയാ, ചേച്ചിയിൽ എല്ലാവരും എങ്ങനെ പരിചരിക്കുന്നേ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തോരാതെ സംസാരിക്കായിരുന്നു. ആ സംസാരം കേട്ടപ്പോൾ എനിക്കും വലിയ ഇഷ്ടമായി. അന്ന് ഞാനും മനുവേട്ടനും അവിടെ ചെന്നപ്പോഴാണല്ലോ നാട്ടുകാരെല്ലാം കൂടി ചോദിച്ചത് ഈ കുട്ടിയുടെ ഭാവി തകർത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തത് അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന്. അവരുടെ പേരിൽ ഫണ്ട് പിരിവൊക്കെ നടക്കുമായിരുന്നു. ആ കുട്ടിക്ക് ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ട്. അതെല്ലാം എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അച്ഛാ.
അങ്കിൾമാർ എൻ്റെ അക്കൗണ്ടിലേക്ക് 30 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടല്ലോ, ആ പൈസ ഞാൻ അവർക്ക് ട്രാൻസ്ഫർ കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പം, ആഹാ കൊള്ളാലോ, ആ പൈസ നീ അപ്പോൾ ഒന്നിനും ഉപയോഗിച്ചില്ലേ? ഇല്ല അച്ഛാ, അത് ഉപയോഗിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ അത് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഞാനത് ഉപയോഗിക്കില്ല. അതെ, നിനക്ക് അവകാശപ്പെട്ട പൈസയാ, നിനക്കൊരു സെക്യൂരിറ്റി ഗാർഡ് ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാ നിന്റെ അമ്മാവന്മാരോട് പറഞ്ഞ് ഞാൻ ആ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് ആദ്യം നീ തൊഴണ്ട. ഇത് രോഹിത്തിന് വേണ്ടിയുള്ള പൈസയല്ലേ, അത് ഞാൻ കൊടുത്തോളാം. എൻ്റെ മകൻ്റെ ജീവന രക്ഷേന് ആ പൈസ ഞാൻ അവൾക്ക് കൊടുക്കാം. അത് മാത്രമല്ല, രോഹിത്തിനെ കൊണ്ട് ആ കുട്ടിയുടെ ക്ഷമ പറയിക്കണം. ഞാൻ ആ കുട്ടിയുടെ ക്ഷമ പറഞ്ഞു, പക്ഷെ രോഹി പറഞ്ഞില്ല. അത് വേറൊന്നുമല്ല അച്ഛാ, അവൻ നല്ല ചമ്മലായിരുന്നു. ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ, കഥ തുറന്ന് കണ്ടപ്പോൾ തന്നെ അവൻ്റെ റിലേ പോയി നിൽക്കുമായിരുന്നു. സംസാരിക്കാനും അവന് നല്ല മടിയായിരുന്നു. പിന്നെ ഷാജിയോട് സംസാരിച്ചു. ബാക്കിയെല്ലാം മാറി മാറി നിൽക്കുന്നത് അച്ഛൻ കണ്ടതല്ലേ. അവൻ്റെ ആ കുറ്റബോധം അവൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ആ കുട്ടിയെ വീണ്ടും വീണ്ടും കാണുമ്പം അവൻ്റെ മനസ്സിൽ ആ ഒരു തേങ്ങലുണ്ട്. അതുകൊണ്ടാണ് അവനങ്ങനെ മാറുന്നത് എന്ന് പറയാണ്. എന്നാ വൈകിപ്പിക്കേണ്ട, നമുക്ക് വൈകുന്നേരം തന്നെ അങ്ങോട്ട് പോയി കളയാം എന്ന് പറയുന്നുണ്ട്. അച്ഛാ, അച്ഛനെ എല്ലാവർക്കും മനസ്സിലാവും, കോളനിയൊക്കെ ചെന്ന് കയറുന്നത് വലിയ റിസ്ക് അല്ലേ അച്ഛാ എന്ന് പറയുമ്പം ആ റിസ്ക് ഒക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവരെ കാണാൻ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയാണെങ്കിലും നമുക്ക് പോയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം, അതായിരിക്കും നല്ലത് എന്ന് പറയുന്നുണ്ട്. അല്ല, ബബിതനെ കൃഷ്ണയെ കൂട്ടണ്ട, അച്ഛനും ഞാനും രോഹിയും കൂടി പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. എന്നാലേ നമുക്ക് വൈകുന്നേരം തന്നെ പോയി കളയാം. സന്ധ്യ സമയത്തൊക്കെ അവിടെ ആൾക്കാരായിരിക്കും വെച്ചാ, നമുക്ക് കുറച്ച് രാത്രിയായിട്ട് പോയാൽ മതി. ഒരു 8:30-9 സമയമൊക്കെ ആകുമ്പം അവിടെ അത്യാവശ്യം ആളുകളൊക്കെ ഉറങ്ങാൻ കയറുമല്ലോ, നമുക്ക് ആ സമയത്ത് പോകാം. എന്നാൽ ശരി, നമുക്ക് കാറിന് പോവാം. കാറിന് പോകണ്ട, നമുക്കൊരു ഓട്ടോയ്ക്ക് പോകാം. ഓട്ടോയാകുമ്പം അധികം അവിടെ അങ്ങനെ ആരും ശ്രദ്ധിക്കില്ല. പക്ഷെ വലിയ കാറൊക്കെ നിൽക്കുമ്പം എല്ലാ വീട്ടിലെയും ആളുകൾ ശ്രദ്ധിക്കും. അത് പിന്നെ അവർക്കതൊരു മോശമാകും എന്ന് പറയുമ്പം, ശരിയെന്നാ ആയിക്കോട്ടെ, വൈകിട്ട് രോഹിയോട് പറഞ്ഞ് നീ റെഡിയാവ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് അലീനയാണെങ്കിൽ രോഹിയുടെ അടുത്തേക്ക് ചെല്ലുകയാണേ. എന്നിട്ട് രോഹിയോട് ഈ കാര്യം പറയുന്നുണ്ട്. ചേച്ചി, അന്ന് വന്നപ്പോൾ തന്നെ ആ കുട്ടിയോട് ക്ഷമ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് ആ കുട്ടിയുടെ മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റിയില്ല. എനിക്ക് എന്തോ വല്ലാത്ത വിഷമമായിരുന്നു. ആ കുട്ടിയെ കാണും തോറും മനസ്സിനകത്ത് ഒരു വിങ്ങൽ കൂടിക്കൊണ്ടിരിക്കുക. ഞാനും കൂടെ കൂടിയിട്ടാണല്ലോ ആ കുട്ടിക്കത് സംഭവിച്ചത്. എനിക്ക് തടയാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഞാനത് ശ്രമിച്ചില്ല. അതുകൊണ്ട് ആ പെണ്ണിൻ്റെ ജീവിതം സ്പോയിലായി പോയില്ലേ എന്നൊക്കെ ഓർത്ത് എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അവരുടെ മുഖത്തേക്ക് പോലും നോക്കാനുള്ള കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. പാവം പെൺകുട്ടി എന്ന് പറയാണ്. അന്നൊക്കെ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു പിശാച് കയറി ഇരിക്കായിരുന്നു ചേച്ചി, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും വൈകിട്ട് ഞാനും അച്ഛനും നീയും കൂടി പോകാൻ തീരുമാനിച്ചിരിക്കുക. വൈകിട്ട് പോയിട്ട് അവളുടെ ക്ഷമ പറയണം, പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർക്കണം. അത് മാത്രമല്ല, അച്ഛൻ അവൾക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. അവളെ നല്ലൊരു കോളേജിൽ പഠിപ്പിക്കണം. അതുപോലെ നാട്ടുകാരെല്ലാം കൂടി ഫണ്ട് പിരിവൊക്കെ നടത്തി അവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലേ, അതെല്ലാം അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ വൈകിട്ട് പോവാം, നീയും വരണം എന്ന് പറയുമ്പം വരാൻ ചേച്ചി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആവുകയാണ്. കൃഷ്ണയോടും ബബിതയോടും അലീന ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. കൃഷ്ണയോടും ബബിതയോടും പോയിട്ട് കാര്യങ്ങളെല്ലാം അലീന പറയുന്നുണ്ട്. അത് ശരിയാ ചേച്ചി, ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം. ഇവിടെ വന്ന് ആഹാരം കഴിക്കാനൊക്കെ എന്തൊരു മടിയായിരുന്നു, ഇവിടെ നിന്ന് ഇരിക്കാൻ പോലും അവർക്കൊക്കെ മടിയായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്ത കുട്ടികളാ. എന്തൊക്കെ സൗഭാഗ്യങ്ങളാ നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നില്ലേ, പക്ഷെ ആ പാവം പെൺകുട്ടിക്കൊന്നും അത് സാധിക്കുന്നില്ല. ഇതുപോലെ ഒരുപാട് ജീവിതങ്ങളുണ്ട്. നന്നായി പഠിക്കാനോ നന്നായി ആഹാരം കഴിക്കാനോ നല്ല വസ്ത്രം ധരിക്കാനോ ഒന്നും അവകാശമില്ലാത്തവർ, അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തവർ. നിങ്ങൾക്ക് എന്നാലും ഈശ്വരൻ വിധിച്ച് അങ്ങനൊന്നും വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി പഠിക്കണം. നിങ്ങൾക്ക് കിട്ടിയ അവസരം നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് രോഹിയും അതുപോലെ തന്നെ ബാലേന്ദ്രനും അതുപോലെ അലീനയും കൂടിയിട്ട് അവിടുന്ന് ഇറങ്ങാണേ. കാറും കൊണ്ടാണ് അവർ പോണത്. അങ്ങനെ ഈ സമയത്ത് വൈജ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അല്ലടി, 3 പേരും കൂടി എങ്ങോട്ട് പോയതാ? അത് പിന്നെ അന്നിവിടെ വന്നില്ലേ ഷർണ ചേച്ചി, ആ ചേച്ചിയുടെ വീട്ടിലേക്കാ. അവളുടെ വീട്ടിലേക്കോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നാണമില്ലേ അയാൾക്ക്? അവനെയും കൂട്ടിക്കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോന്നോ? ഛേ എന്ന് പറയുമ്പം അതിനെന്താ അമ്മയെ കുഴപ്പം? ആ ചേച്ചിയുടെ വീട്ടിൽ പോയി
സാമാന്യ മര്യാദയ്ക്ക് നേരത്തെ തന്നെ രോഹിയുടെ മാപ്പ് പറയേണ്ടതായിരുന്നു. അതുപോലെ തന്നെ നന്ദിയും പറഞ്ഞതായിരുന്നു. ആ ചേച്ചി അങ്ങനെ മൊഴിമാറ്റി പറഞ്ഞുകൊണ്ടല്ലേ ചേട്ടൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ, എടി അവള് തന്നെയല്ലേ ആദ്യം കള്ളത്തരം പറഞ്ഞത്, പിന്നെ അവളത് ശരിയാക്കി പറഞ്ഞു. ഇങ്ങനൊരു ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. അത് ചിന്തിക്കാനുള്ള ബോധം പോലും നിനക്കൊന്നും ഇല്ലല്ലോ. അലീനെ ആയിരിക്കുമല്ലേ എല്ലാവരും ജാടക്കാറ്റി കയറ്റി കൊണ്ടുപോയത് എന്ന് പറയുമ്പം കൃഷ്ണ പറയാണ്, അമ്മയ്ക്ക് എന്താ കുഴപ്പം? ആ ചേച്ചി ഉള്ളത് കൊണ്ടാണ് എൻ്റെ രോഹിയേട്ടൻ ഇപ്പോഴും പുറത്തു നിൽക്കുന്നത്. അതുകൊണ്ട് അവളെപ്പോലുള്ള ദരിദ്രവാസിയുടെ വീട്ടിലേക്കൊക്കെ എൻ്റെ മോളെ കൊണ്ട് പോന്നു. എൻ്റെ മോനെ കൊണ്ട് പോന്നു. നാണമില്ലേ? അയാളും അവളും എങ്ങോട്ടെങ്കിലും പോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. എങ്കിലും എൻ്റെ മോനെ കൊണ്ട് പോയല്ലോ, ഇങ്ങോട്ട് വരട്ടെ എല്ലാവരും എന്ന് പറയാണ്. കൃഷ്ണ പറയുന്നുണ്ട്, അമ്മയ്ക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവാഞ്ഞിട്ടാ. ഏട്ടനെ ഇപ്പോഴും ഹരിയേട്ടൻ്റെ കൂടെ ജയിലിൽ കിടക്കേണ്ടതാ. അവിടെ കിടന്ന തല്ലും അടിയും കൊണ്ട് ചേട്ടൻ ആത്മഹത്യ ചെയ്യാൻ പോയത് അമ്മയ്ക്ക് അറിയോ എന്ന് ചോദിക്കാണ്. ഇവിടെ കൊണ്ടുവന്ന് ഈ രീതിക്ക് ആക്കിയെടുത്തതേ അലീന ചേച്ചിയാ. ചേട്ടൻ്റെ ധൈര്യം കൊടുത്ത് ചേട്ടനെ പുറത്തേക്കൊക്കെ ഇറക്കി ഇങ്ങനൊരു മനുഷ്യനാക്കി മാറ്റിയതും ചേച്ചി തന്നെയാ. ആ ശർണേനെയും അങ്ങനെ തന്നെയാ. മൂടി പൊതച്ച് ഒരു കട്ടിലത്തിന്റെ കിടക്കായിരുന്നു, ജീവൻ പോലും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ആ അവസ്ഥയിന് ആ പെൺകുട്ടീനെയും ഇത്രത്തോളം എത്തിച്ചത് ചേച്ചിയാ. അപ്പൊ ചേച്ചിക്ക് അതിനുള്ള അവകാശം ഉണ്ടമ്മേ എന്ന് പറയുമ്പം, മിണ്ടിപ്പോവരുത് നീ, നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാ, അവക്ക് വേണ്ടി എല്ലാവരും അങ്ങ് കവിഞ്ഞു കിടക്കുകയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വൈജ് ദേഷ്യപ്പെടുന്നുണ്ട്. അമ്മയോട് എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, ഞങ്ങളെ പറഞ്ഞല്ലോ. ആ ശർണ ചേച്ചി പാവവാ. ആ ചേച്ചിയുടെ ലൈഫ് ഇനി മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ സഹായിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. രോഹിയുടെ ജീവനെ രക്ഷിച്ചത് ആ പെൺകുട്ടിയാ എന്ന് പറയുന്നുണ്ട്. നിന്നോടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. കൃഷ്ണ ചോദിക്കുന്നുണ്ട്, ഈ അമ്മ എന്താ ചേച്ചി ഇങ്ങനെ? ഈ അമ്മയ്ക്ക് സ്വബോധമൊക്കെ നഷ്ടപ്പെട്ടോ? ആ ചേച്ചി കാരണമല്ലേ നമ്മുടെ ചേട്ടൻ രക്ഷപ്പെട്ടത്? പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അമ്മ ഇത് മനസ്സിലാക്കുന്നില്ല. അമ്മയ്ക്ക് അമ്മയുടെ ഈഗോയും അമ്മയുടെ കാര്യങ്ങളും മാത്രമേ വലുത് എന്നും പറഞ്ഞുകൊണ്ട് അവർ പോവാണേ. ഇതേ സമയത്ത് തന്നെ അവർ സ്റ്റാൻഡിൽ ചെന്നിട്ട് കാർ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നൊരു ഓട്ടോയും വിളിച്ചുകൊണ്ട് നേരെ ആ കോളനിയിലേക്ക് ചെല്ലാണ്. രാത്രി സമയം ഏകദേശം 9 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ വീടുകളിലെയും ആളുകളൊക്കെ ഉറങ്ങാനൊക്കെ കയറി കഥകളൊക്കെ അടച്ചിട്ടോ. അങ്ങനെ ഇവരുടെ വീടിന്റെ വാതിക്കലേക്ക് ഓട്ടോ വന്ന് നിൽക്കുന്നുണ്ട്. ഇവർ 3 പേരും ഓട്ടോയിൽ നിന്ന് ഇറങ്ങാണ്. ആരോ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന സൗണ്ട് കേൾക്കുന്നല്ലോ, ഇവിടെ തന്നെയാണോ എന്ന് ചോദിക്കുമ്പം ഗോപൻ പറയാണ്, ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു, വാതിക്കലാ സൗണ്ട് കേൾക്കുന്നത്, നീ പോയി ഡോറും തുറന്നേടാ എന്നും പറഞ്ഞുകൊണ്ട് ഓമനക്കുട്ടനെ പറഞ്ഞിടുകയാണ്. ഓമനക്കുട്ടൻ വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. അപ്പൊ അലീനെയും രോഹിത്തിനെയും അതുപോലെ ബാലചന്ദ്രനെയും കാണുകയാണ് കേട്ടോ. അകത്തേക്ക് ഓടി വന്നിട്ട്, അല്ല ചേച്ചിയാ, കൂടെ 2 ആണുങ്ങളും ഉണ്ട് എന്ന് പറയുമ്പം, ആണുങ്ങളോ, അതാരായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗോപനും അച്ഛനും അമ്മയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ശർണ ഇവിടെ നിന്ന് ആഹാരം കഴിക്കായിരിക്കും. അലിന ചേച്ചി എന്ന് കേട്ടപാടെ അലിന ചേച്ചിയോ എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി പുറത്തേക്ക് വരികയാണേ. 4 പേരും പുറത്തേക്ക് വന്ന് നോക്കുമ്പം കാണുന്നത് ബാലേന്ദ്രനെയും രോഹിത്തിനെയാണ്. അപ്പോൾ ഗോപന്റെ രക്തം തിളച്ചു വരുന്നുണ്ട് കേട്ടോ. രോഹിത്തിനെ കാണുമ്പോൾ അച്ഛനാണെങ്കിലോ ബാലേന്ദ്രനല്ലേ എന്ന് ചോദിക്കാണ്. അതെന്ന് പറയാണ്, ഞങ്ങള് കണ്ടിട്ടുണ്ട്, സ്വർണ്ണക്കട മുതലാളിയല്ലേ എന്ന് ചോദിക്കുമ്പം അതെ എന്ന് പറയാണ്. അകത്തേക്ക് കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ഇവർ 3 പേരും അകത്തേക്ക് കയറുമ്പോഴേക്കും വഴിയിൽ ഇങ്ങനെ വാതിക്കലിങ്ങനെ തടസ്സമായിട്ട് ഗോപം നിൽക്കുന്നുണ്ട്. മാറ് ഗോപ അങ്ങോട്ട് എന്ന് പറയുമ്പോഴേക്കും ഗോപ മാറി നിൽക്കുകയാണേ. അതിനകത്തേക്ക് കയറുമ്പോൾ ശർണ ഓടി എന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ചേച്ചി എങ്കിലും എന്നെ കാണാൻ വന്നല്ലോ, ഇനി ചേച്ചി വരില്ലെന്നാ കരുതിയത്. അങ്ങനെ നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുമോടി? അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. അകത്തേക്ക് കയറിയിട്ട് വാതിലടയ്ക്കാണ് കേട്ടോ ഗോപൻ. ഈ സമയത്ത് അച്ഛൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്താ ഈ രാത്രിയില്? അല്ല നിങ്ങൾക്കറിയാലോ, ഞാനും ഇവനുമൊക്കെ പകൽ സമയം വന്നാല് കോളനിക്കാരൊക്കെ കണ്ടാല് അതൊക്കെ പിന്നെ ചർച്ചയ്ക്കും വലിയ വിഷയങ്ങൾക്കൊക്കെ വഴിവെക്കും. അത് നിങ്ങൾക്കൊരു ദോഷമല്ലേ, അതുകൊണ്ടാ ഞങ്ങൾ രാത്രി വന്നത്. ഈ സമയമാകുമ്പം എല്ലാവരും ഉറങ്ങിക്കാണുമല്ലോ, അതുകൊണ്ടാണ് ഈ സമയത്ത് വന്നത് എന്ന് പറയുന്നുണ്ട്. അലിന പറയാണ്, രോഹിത്തിന് ശർണമോളോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. അവന്റെ മനസ്സിൽ ഇപ്പോഴും ആ കുറ്റബോധ, അതൊന്ന് മാറ്റണം, അതിനു വേണ്ടിയിട്ടാ ഞങ്ങൾ വന്നത്. മാത്രമല്ല അച്ഛനും എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാ ഞങ്ങൾ വന്നേ എന്ന് പറയുന്നുണ്ട്. പ്രഭാകരൻ ചോദിക്കാണ്, നീ ആ വീട്ടിലെ വേലക്കാരെന്നല്ലേ പറഞ്ഞത്, പിന്നെ ഇദ്ദേഹത്തെ അച്ഛനെന്ന് വിളിക്കുന്നതോ?
അപ്പൊ ബാലൻ പറയാണ്, ഇവളെന്നെ അച്ഛനെന്നാ വിളിക്കാറ്. ആ സ്വാതന്ത്ര്യം ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ 3 മക്കളെ പോലെ തന്നെയാ അലീന എനിക്ക്. എൻ്റെ വീട്ടിലെ എൻ്റെ മൂത്ത മകളാ എന്ന് പറയാൻ കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാന്ന്. ആ കോൺഫിഡൻസ് എവിടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കാണ്. ഗോപനാണെങ്കിലോ രോഹിത്തിനെ നോക്കിയിട്ട് കലിപ്പ് പൂണ്ട് നിൽക്കുകയാണേ. ഈ സമയത്ത് രോഹിത്ത് ശരണ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ശരണയോട് പറയാണ്, ശരണയ എന്നോട് ക്ഷമിക്കണം. അയ്യോ ഏട്ടാ, അതിന് ഏട്ടൻ എന്നോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. നിന്നോട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ മനഃപൂർവ്വം അല്ലാതെ നിന്നോട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്ലാനിങ് നടക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയോളം ആയിരുന്നു. ഹരി വന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഒന്ന് തടസ്സം പോലും ഞാൻ പറഞ്ഞില്ല. അവരെല്ലാം കൂടെ ഞാനും കൂട്ടുന്നതാ. അന്ന് ആ വീട്ടിലും ഞാൻ ഉണ്ടായിരുന്നല്ലോ. എല്ലാവർക്കും ഞാനൊന്ന് ഒരു ഫോൺ കോൾ വിളിച്ച് ഒന്ന് പോലീസിനെ അറിയിക്കോ, നിന്നോടൊന്ന് പറയോ, വീട്ടിലറിയിക്കോ, എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. നീ രക്ഷപ്പെട്ടേനെ. പക്ഷേ ഞാൻ അതൊന്നും ഓർത്തില്ല. അവന്മാരുടെ കൂടെ കൂടി ഞാനും അതിന് സപ്പോർട്ട് ചെയ്തു. അവസാന നിമിഷമാണ് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അവിടെ ഓടിപ്പോയത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശരണയെ പറയുന്നുണ്ട്, ബാക്കി 3 പേരും മൃഗത്തെ പോലെ എന്നോട് പെരുമാറിയത്. എന്നോടൊരു മനുഷ്യ സ്ത്രീയാണെന്നുള്ളൊരു ബോധം പോലും അവർക്കില്ലായിരുന്നു. ആ പരിഗണന പോലും അവർ തന്നില്ല. ആ സമയത്ത് അവർ അത്ര നിർബന്ധിച്ചിട്ടും എന്നോട് ഒരു ഉപദ്രവം കാണിക്കാതെ ഏട്ടനവിടെ ഓടിപ്പോയില്ലേ, അത് തന്നെ വലിയ കാര്യമാ. ഏട്ടൻ അങ്ങനെ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എങ്കിലും എൻ്റെ മനസ്സിനകത്ത് വലിയൊരു ഭാര എനിക്കുണ്ട്. നിന്റെ പ്രായമില്ലാത്ത ഒരു അനിയത്തിയും, നിന്നെക്കാട്ടില് കുറച്ചുകൂടി മൂത്തൊരു അനിയത്തിയും, അതുപോലെ ഇപ്പോൾ ഈ അലിന ചേച്ചിയും, അങ്ങനെ 3 പെങ്ങന്മാരാ എനിക്കിപ്പോ. ആ 3 പെങ്ങന്മാരുണ്ടായിട്ടുവാ ഞാൻ നിന്നോട് ആ ചതി ചെയ്തത്. അത് ഓർക്കുമ്പോൾ ഒരു ദിവസം പോലും എനിക്ക് ഉറക്കം വരുന്നില്ല. എപ്പോ കണ്ണടച്ചാലും നിന്റെ ആ കരഞ്ഞോടുള്ള മുഖമാ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറങ്ങാനാവുന്നില്ല. എൻ്റെ മനസ്സിന് ഒരു സമാധാനമില്ല. എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. ഞാനതൊക്കെ അപ്പോഴേ ക്ഷമിച്ചു രോഹിയേട്ടാ. ഇപ്പോ ഞാനും ഏട്ടൻ്റെ ഒരു പെങ്ങളെ പോലെ തന്നെയാ. ഏട്ടൻ എന്നെ വിശ്വസിക്കാം. ഇനി വിചാരണ വരുമ്പോൾ ഞാൻ ഒരിക്കലും മാറ്റി പറയില്ല. രോഹി പറയാണ്, നിന്റെ മനസാക്ഷിക്ക് എന്ത് തോന്നോ അത് മാത്രം പറഞ്ഞാൽ മതി. നിന്നെ കൺവിൻസ് ചെയ്യാനോ നിന്നെ വശത്താക്കാനോ ഒന്നും അല്ല ഞങ്ങൾ വന്നത്. എൻ്റെ മനസ്സിന് ഒരു സമാധാനം ഇല്ലായിരുന്നു. അപ്പൊ അല്ല ചേച്ചിയാ പറഞ്ഞത്, നിന്നോടൊന്ന് ക്ഷമ പറഞ്ഞാല് ആ ഒരു കുറ്റബോധം എൻ്റെ മനസ്സിൽ നിന്ന് മാറുമെന്ന്. നിന്നോടുള്ള എൻ്റെ മനസ്സിലുള്ള ആ ഒരു കറയൊക്കെ നീങ്ങിപ്പോകുന്ന ചേച്ചിയാ പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ വന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കൈ പിടിച്ച് രോഹി കരയുന്നുണ്ട് കേട്ടോ. ശരണയും കരയാണ്. എന്നിട്ട് രോഹി പറയുന്നുണ്ട്, എൻ്റെ സഹോദരിമാർക്കാണ് ഇത് സംഭവിച്ചതെങ്കിലും ഉറപ്പായിട്ടും നിന്റെ സഹോദരൻ നിൽക്കുന്നതിനെ ഞാൻ നിന്നേനെ. വേണമെങ്കിൽ 2 അടിയും കൊടുത്തേനെ. അവൻ ചെയ്തതിലൊന്നും ഒരു കുറ്റവും ഞാൻ പറയില്ല. ഏതൊരു സഹോദരനാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ. ഈ പറഞ്ഞ ഞാനാണെങ്കിൽ പോലും ഇമ്മാതിരി കാര്യത്തിനൊക്കെ കൂട്ടുന്നതെങ്കിലും എൻ്റെ പെങ്ങളെ ആരെങ്കിലും തൊട്ടാ ഞാൻ ചോദിക്കില്ലേ? അതുതന്നെയാ എല്ലാവരുടെ അവസ്ഥ. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ്. ഈ സമയത്ത് അവളുടെ അമ്മ പറയുന്നുണ്ട്, എങ്കിലും മോന് ഇവിടം വരെ വന്ന് പറയാൻ തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് പറയാണ്. ഹരി ഇനി ഒരിക്കലും പുറലോകം കാണാൻ പാടില്ല. കാരണം അവനാ ഇതിനെല്ലാം പ്ലാൻ ചെയ്തത്. കുട്ടിയെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുകയായിരുന്നു. അല്ലാതെ ഒരു തരി പോലും നിന്നോട് സ്നേഹമില്ലായിരുന്നു. ആദ്യം മുതൽക്ക് തന്നെ നിന്നെ എങ്ങനെയെങ്കിലും മാക്സിമം വശത്താക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. മോൾ അതിനെ സമ്മതിക്കാഞ്ഞിട്ടാ അവൻ അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഗോപനപ്പോ മനസ്സൊന്ന് മാറുന്നുണ്ട് കേട്ടോ. രോഹി ഇതുപോലെ പെട്ടുപോയതാണെന്നും അവൻ്റെ തെറ്റുകളാണെന്നും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഗോപനും ഒന്ന് റിലാക്സ് ആയി നിൽക്കുന്നുണ്ട്. ഓമനക്കുട്ടനും ഒന്നും ഉണ്ടാകാൻ നിൽക്കുകയാണ്. പ്രഭാകരൻ ഈ സമയത്ത് കരയുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാ, മോൻ്റെ പേരിൽ അങ്ങനെ ഞങ്ങളെ മാറ്റി പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ സമുദായക്കാരും ഈ കോളനിയിലെ ആൾക്കാരും ബാക്കി എല്ലാവരും ഞങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുക. ഇവരെവിടെ പോയാലും നാട്ടുകാരുടെ കണ്ണു മൊത്തം ഇവരുടെ മേലെയാ. എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം, നല്ലൊരു ഭാവി ഒന്നും ഇനി ഉണ്ടാവില്ല. അതിജീവിത എന്നൊരു പേര് കിട്ടിപ്പോയില്ലേ. കൂട്ടബലാത്സംഗത്തിനിരയായ ഒരു പെൺകുട്ടിയല്ലേ, അവൾക്കിനി എന്ത് ജീവിതം കിട്ടാനാ എന്ന് പറയുന്നുണ്ട്. അലീന പറയാണ്, അതിലൊന്നും ഒരു കാര്യമില്ലച്ചാ. എത്രയോ പെൺകുട്ടികൾക്ക് ഇപ്പം ഇങ്ങനെ സംഭവിക്കുന്നു. എന്നിട്ട് അവരെല്ലാവരും മുറി അടച്ചിട്ട് അകത്തേറിയിരിക്കുകയാണോ ചെയ്യാറ്? അതൊന്നും അല്ല.
ഇവക്കങ്ങനെ സംഭവിച്ചത് വലിയ ആപത്തൊന്നുമല്ല. അതൊരു കറയാന്ന് കണ്ടാൽ മതി. അത് കഴുകിക്കളഞ്ഞാലേ മാറാന്നതേ ഉള്ളൂ. അല്ലാതെ ഒരു കുഴപ്പവും ഈ കുട്ടിക്ക് സംഭവിക്കില്ല. ഇവളുടെ നല്ല മനസ്സിന് ഈശ്വരൻ ഇവക്ക് നല്ലൊരു ഭാവി തന്നെ വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. നിങ്ങൾക്കറിയാലോ, ഞാനൊരു അനാഥാലയത്തിലാണ് വളർന്നത്. ഇതുപോലുള്ള ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരുപാട് സാഹചര്യത്തിലും ഞാൻ നിന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഹരി എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാ. ഒരു വിധത്തിലാണ് കഷ്ടപ്പെട്ട് ഞാൻ രക്ഷപ്പെട്ടത്. അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓരോ പെൺകുട്ടികളും ഓരോ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളതാ. നിങ്ങളീ പറഞ്ഞ ഹരി ഉണ്ടല്ലോ, എൻ്റെ വീട്ടിൽ കണ്ടില്ലേ 2 പെൺകുട്ടികൾ, ഈ രോഹിത്തിന് അനീറ്റിമാര്. രോഹി പോലും അറിയാതെ ആ 2 പെൺകുട്ടികളെ വശത്താക്കാൻ അവൻ ശ്രമിച്ചിരുന്നു. 2 പേരെ അടുത്ത് അവൻ മിസ്ബിഹേവ് ചെയ്തിരുന്നതാ. അതൊന്നും ആർക്കും അറിയില്ല. ഓരോ പെൺകുട്ടിക്കും എത്ര വലിയ വീട്ടിലാണെങ്കിലും എത്ര ചെറിയ വീട്ടിലാണെങ്കിലും കുഞ്ഞിലുള്ള അബ്യൂസിങ് ഒക്കെ ഉള്ളതാ. അതൊക്കെ നമ്മൾ തരണം ചെയ്തു വേണം ജീവിക്കാൻ എന്നൊക്കെ പറയുന്നതിന് കേട്ടോ. അതും വെച്ചുകൊണ്ട് അവളുടെ ജീവൻ തന്നെ നശിച്ചുവെന്ന് ഒരിക്കലും പറയരുത്. അവളുടെ മുമ്പിലും അങ്ങനെ പറയാൻ പാടില്ല. അവളെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തേണ്ടത് നിങ്ങളാ. അവൾക്ക് നല്ലൊരു ഭാവി നിർമ്മിച്ചു കൊടുക്കേണ്ടതും നിങ്ങൾ തന്നെയാ എന്നൊക്കെ പറയുന്നുണ്ട്. ബാലൻ പറയാണ്, ഇവിടെ വന്ന് നിങ്ങളെല്ലാം കണ്ടപ്പോഴാ ഒരു സമാധാനമായത്. എന്തായാലും ഞാൻ ഒത്തിരി ആശ്വാസമായി. അവൻ്റെ മനസ്സിലെ ഭാരം ഇറങ്ങി. അന്ന് മോളോട് വന്ന് മാപ്പ് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെയും വലിയൊരു ഭാരം ഇറങ്ങിയത്. നിങ്ങൾക്കിനി എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. എൻ്റെ മോൻ്റെ ജീവിതവും ജീവനും രക്ഷിച്ചത് നിങ്ങളാ. അതുകൊണ്ട് നിങ്ങളെ ഒരിക്കലും ഞാൻ കൈവിടില്ല. മോൾക്ക് എന്ത് പഠിക്കണോ അത് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പഠിപ്പിക്കും. അതിലൊന്നും മോക്ക് ഒരു കുറവും വരില്ല. അതുപോലെ തന്നെ ഫണ്ട് പിരിവ് നടത്തി വീട് പണിയാനൊക്കെ അവർ തീരുമാനിച്ചിരുന്നല്ലോ. ആ ഫണ്ടൊന്നും മേടിക്കണ്ട. അതുവരെ മാനത്തിന് വില പറയുന്ന പോലെയല്ലേ. പക്ഷേ ഞാൻ തരുന്ന പൈസ അങ്ങനെ കണക്കാക്കണ്ട. ഈ മോളുടെ സത്യസന്ധതയ്ക്കും അവളുടെ ആ ഒരു ധൈര്യത്തിനും കൊടുക്കുന്ന പ്രതിഫലമായിട്ട് കരുതിയാൽ മതി. എൻ്റെ മോൻ്റെ ജീവനും രക്ഷിച്ച ആൾക്കുള്ള പ്രതിഫലം അങ്ങനെ മാത്രം കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രഭാകരൻ പറയാണ്, അത് ഞങ്ങളുടെ ചെറിയ വീടാ, ആഹാരം അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല, ആഹാരം കഴിച്ചിട്ട് പോകാം എന്ന് പറയുമ്പം അലിനെ പറയാണ്, ഞങ്ങൾക്കങ്ങനെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. നിങ്ങൾ അവിടെ വന്നപ്പോൾ നിങ്ങൾ ആഹാരം കഴിക്കാൻ മടിച്ചില്ലേ? പക്ഷെ ഞങ്ങൾക്കങ്ങനെ മടിയൊന്നുമില്ല അല്ലേ അച്ഛാ എന്ന് ചോദിക്കുമ്പം പിന്നല്ലാതെ. ഈ പറയുന്ന ബാലേന്ദ്രൻ എന്ന സ്വർണ്ണക്കട മുതലാളിയെ ഉണ്ടായിട്ട് 10-25 വർഷം ആയുള്ളൂ. അതിനു മുമ്പേ ഞാൻ ആരായിരുന്നു എന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അവിടുന്ന് പടിപ്പടിയായിട്ടാ ഞാൻ കയറി വന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട്. ഇതുപോലൊന്നും അല്ലായിരുന്നു. അന്നത്തെ സാഹചര്യമൊക്കെ വളരെ മോശമായിരുന്നു. ഒരു വീട് പോലും ഇല്ലാതെ, കിടക്കാനൊരു സ്ഥലം പോലും ഇല്ലാതെ, മഴ നനഞ്ഞ് ചുരുണ്ടുകൂടി പല കടത്തിനകളിലും ഞങ്ങൾ കിടന്നിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് വരെ ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവിടുന്നൊക്കെ ഈ കാണുന്ന നിലയിലെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് എത്തിയത് എന്ന് പറയാണ്. എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും ഒന്നും അതറിയില്ലായിരിക്കും. പക്ഷെ ഇതെല്ലാം അനുഭവിച്ച് വളർന്നവനാ ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ആരോടും ഒരു ബുദ്ധിമുട്ടോ ഒരു കുറവോ ഒരു പ്രശ്നമോ ഒന്നുമില്ല എന്നും ബാലേന്ദ്രൻ പറയുന്നതിന് കേട്ടോ. അങ്ങനെ ബാലേന്ദ്രനും അലിനെ രോഹിത്തും കൂടി അവർ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഇരിക്കുകയാണ്. ആ അമ്മ അവർക്കുള്ളതിൻ്റെ വീതം വിളമ്പി കൊടുക്കുന്നുണ്ട്. ചോറും ഇച്ചിരി ചമ്മന്തിയും അതുപോലെ മീൻകറി ഉണ്ടെന്ന് പറയാൻ കേട്ടോ. പപ്പടം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതും വിളമ്പി കൊടുക്കുകയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നല്ല കൈപുണ്യം അലിനയുടെ പോലെ എന്ന് പറയുമ്പം ആഹാ കൊള്ളാലാച്ച എന്ന് പറയുന്നു കേട്ടോ. അലിനെ പറയാണ്, അതെ നല്ല കൈപുണ്യ, ഈ അമ്മയുടെ ഭക്ഷണത്തിനൊക്കെ നല്ല രുചിയാ അച്ഛാ, ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. രോഹിയും കഴിച്ചിട്ട് പറയുന്നുണ്ട്, പറഞ്ഞത് ശരിയാ, അലിന ചേച്ചിയുടെ അതേ കൈപുണ്യ, അതേ രുചിയുണ്ട് മീൻകറിക്കൊക്കെ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ 3 പേരും കൂടി അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. അതിനുശേഷം പോകാനായിട്ട് ഇറങ്ങുമ്പം ബാലേന്ദ്രനാണെങ്കിൽ ഒരു ചെക്കെടുത്ത് അവളുടെ നേരെ നീട്ടുകയാണ്. അപ്പോൾ അവൾ വേണ്ട എന്ന് പറയുമ്പം അങ്ങനെ പറയരുത്, അലിനെ നിന്നെ പഠിപ്പിച്ചോളാന്ന് നിനക്ക് വാക്ക് പറഞ്ഞല്ലേ, അത് ഞാൻ നേടിത്തരണം. അത് എൻ്റെ മകന് വേണ്ടിയിട്ടാ അവൾ വാക്ക് പറഞ്ഞത്. അവളുടെ വാക്കിന് ഒരു വിലയുണ്ട്, ആ വില ഒരിക്കലും മായാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെക്ക് കൊടുത്തിട്ട്, ഇതുകൊണ്ട് ഈ കുട്ടിയെ പഠിപ്പിക്കണം, നിങ്ങൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു വീട് വെക്കണം, എല്ലാ രീതിയിലും നിങ്ങൾ അന്തസ്സായിട്ട് ജീവിക്കണം, നിങ്ങളെ കുറ്റം പറഞ്ഞവരുടെയും നിങ്ങളെ താത്തിക്കിട്ടവരൊക്കെ മുമ്പിൽ നിങ്ങൾ ഉയർന്നു കാണണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും യാത്ര പറഞ്ഞുകൊണ്ട് രോഹിത്തും അലീനയും അതുപോലെ ബാലേന്ദ്രനും അവിടുന്ന് തിരിച്ച് ആ ഹോട്ടലിൽ തന്നെ പോവാണേ. ഇതേ സമയത്ത് ഗോപനാണെങ്കിലോ അവർ ആ ഒരു ഇടപെടലിലൊക്കെ കണ്ടിട്ട് ഒരു മൈൻഡൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ അമ്മ പറയാണ്,
കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ എത്ര വലിയ ആൾക്കാരാ. സ്വർണ്ണക്കടയും ഏതൊക്കെ ഷോപ്പുകളും തുണിക്കടയൊക്കെ ഉള്ള വലിയ മുതലാളിയാ. പാലയിൽ തന്നെ നമ്പർ 1 പണക്കാരാ. അവര് വന്ന് നമ്മുടെ വീട്ടിൽ ഇരുന്ന് ഒരു കോസ്റ്റിലില്ലാതിരുന്ന് ആഹാരം കഴിച്ചത് കണ്ടില്ലേ? അത് നമ്മൾ കൊടുത്ത ആഹാരം. അവർക്കാണോ ഈ പള്ളും നിങ്ങൾ പറഞ്ഞ അഹങ്കാരമൊക്കെ ഉള്ളത്? ഗോപ, നീയല്ലേ പറഞ്ഞത് അവര് കാര്യം സാധിക്കാൻ വന്നാണെന്ന്? അങ്ങനെയാണെങ്കിൽ അവരിങ്ങനെയൊക്കെ ചെയ്യുമോ? ആ പയ്യൻ വന്ന് ആത്മാർത്ഥതയോടല്ലേ മാപ്പ് പറഞ്ഞത്? എല്ലാ കാര്യങ്ങളും ഏറ്റു പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് കരഞ്ഞോണ്ട് മാപ്പ് പറഞ്ഞ് കണ്ടില്ലേ? 3 പെങ്ങന്മാരുള്ള കാര്യവും അവൻ പറഞ്ഞത് കേട്ടില്ലേ? ആ പയ്യന്റെ സ്വഭാവം നല്ലതാ. ആരുടെ കൂടെ കൂടിയാ അവന് നശിച്ചത് എന്ന് പറയുന്നു കേട്ടോ. ഗോപനപ്പം പറയാൻ വാക്കുകളില്ല. കാരണം അവരാഹാരം കഴിക്കുകയും വന്ന് ക്ഷമ പറയുകയും നന്നായിട്ട് ഇടപെടുകയൊക്കെ ചെയ്തല്ലോ. അതുകൊണ്ട് തന്നെ പ്രഭാകരനും അതുപോലെ തന്നെ ഗോപനും ഒന്നും പറയുന്നില്ല കേട്ടോ. ചെക്ക് തുറക്കുന്ന നമ്മുടെ ശരണ്യ ഞെട്ടിപ്പോന്നുണ്ട്. അച്ഛാ, ഇത് നോക്കിയെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവർ തുറന്നു നോക്കുമ്പോൾ 70 ലക്ഷം രൂപയുടെ ഒരു ചെക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകണ്ട് അവർ ഞെട്ടിപ്പോന്നുണ്ട്. ഇത്രയും കാശൊക്കെ എന്തിനാ എന്ന് ചോദിക്കുമ്പം ശരണ്യ പറയാണ്, അവർ പറഞ്ഞത് കേട്ടില്ല അച്ഛാ, എൻ്റെ പഠിത്തത്തിനും അതുപോലെ തന്നെ നല്ലൊരു വീട് വെക്കാനൊക്കെ ഉള്ള കാശായിരുന്നു. എന്തായാലും എനിക്ക് മെഡിസിൻ പഠിക്കണമെന്നുള്ള വലിയ ആഗ്രഹമല്ലേ. എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നല്ല മാർക്കുണ്ട്. ഇനി നീറ്റ് എക്സാം എഴുതി ഞാൻ എത്രയും പെട്ടെന്ന് മെഡിസിന് ചേരണം. നല്ലൊരു ഡോക്ടറായിട്ട് എല്ലാവരുടെ മുമ്പിൽ ഞാൻ വിജയിച്ച് കാണിക്കുക വെച്ചാ. അതിന് ഇതിൻ്റെ പാതി പൈസ മതി എനിക്ക്. ബാക്കി പൈസ നമ്മുടെ ആഗ്രഹം പോലെ നമുക്കിവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറി നല്ലൊരു വീട് പണിയാച്ചാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഗോപനും അപ്പോൾ മറുത്തൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ ആ അച്ഛനും അമ്മയ്ക്കൊക്കെ വലിയ സന്തോഷമാകുന്നുണ്ട്. ഇനി അവളുടെ പഠിപ്പിൻ്റെ കാര്യമൊക്കെ അവർ നോക്കിക്കോളുമല്ലോ. അത് ഓർത്തുകൊണ്ടും അവർക്ക് വലിയ സമാധാനമാകുന്നുണ്ട്. അങ്ങനെ അലീനയും രോഹിത്തും ബാലേന്ദ്രനും കൂടി തിരിച്ച് നെടുമ്പരേക്കിലേക്ക് ചെല്ലുന്നിട്ട് ബെല്ലടിക്കുമ്പം ബബുദേയും കൃഷ്ണയും വന്ന് വാതിൽ തുറക്കാണ്. എന്തായി പോയിട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായി പോയിട്ട്? രോഹിത്ത് അവളോട് പോയി ക്ഷമ പറഞ്ഞു. ഞാനും അവരോട് ക്ഷമ പറഞ്ഞു. ശേഷം ശർണയ്ക്ക് എൻ്റെ വീതം ഒരു ചെക്ക് കൊടുത്തു. ആ കുട്ടിയുടെ ഭാവിയായിട്ടുള്ള പഠിത്തത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെക്ക് എന്ന് പറയാണ്. അകത്തേക്ക് കയറി വരുമ്പം അച്ഛാ, അമ്മ ഭയങ്കര പ്രശ്നമായിരുന്നു. രോഹിത്തിനെയും കൂട്ടി അവർ വീട്ടിലേക്ക് പോയെന്നും പറഞ്ഞുകൊണ്ട്. അവൾക്ക് എന്തറിയാടി? അവള് ഈ പറഞ്ഞതുപോലെ അഹങ്കാരം നിലക്കൊടിച്ച് നടക്കുകയല്ലേ. അവൾ എന്ത് പറഞ്ഞാലും ഇവിടെ ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് വരുമ്പോഴേക്കും തീപ്പൊരി പോലെ വൈജ കഥവും തുറന്ന് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആരോട് ചോദിച്ചിട്ടാ എൻ്റെ മോനെയും കൊണ്ട് ആ പിഴച്ചവളുടെ വീട്ടിലേക്ക് പോയത് എന്ന് പറയുമ്പോഴേക്കും രോഹി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദേ അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആ കുട്ടിക്ക് സംഭവിച്ചത് ഒരു ആക്സിഡൻ്റാ. അതുകൊണ്ട് ആ കുട്ടീനെ മോശം വർത്തമാനം പറയാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ബബിതയും കൃഷ്ണയും അയലിന ചേച്ചിനെ പോലെ തന്നെയാ ശർണ എനിക്ക്. എൻ്റെ പെങ്ങളുടെ സ്ഥാനമാണ്. ആ കുട്ടിയുടെ ഒരു വാക്കുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ജീവിക്കുന്നത്. അതുകൊണ്ട് അവളൊരു വാക്കുപോലും പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഇവരാരും പറഞ്ഞിട്ടില്ല. എൻ്റെ പൂർണ്ണ സമ്മതപ്രകാരമാണ് ഞാൻ പോയത്. ആ കുട്ടിയുടെ കൈ പിടിച്ച് ഞാൻ ക്ഷമ പറഞ്ഞു. ഇനി അങ്ങോളം ഒരു സഹോദര സ്ഥാനത്ത് ഞാൻ ഉണ്ടാവുമെന്നും പറഞ്ഞു. അവരുടെ വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ അവർ കൂടുന്ന ആഹാരം കഴിച്ചു. നാണമില്ലേ? അതുപോലുള്ള ദരിദ്രവാസികളൊക്കെ വീട്ടിൽ പോയിരുന്ന് ആഹാരം കഴിക്കാൻ. അപ്പോൾ ബാലൻ ചോദിക്കാണ്, അല്ല, നിന്റെ ഭർത്താവ് ഈ ബാലേന്ദ്രൻ ആരായിരുന്നെന്ന് നിനക്ക് ഓർമ്മയുണ്ടോടി? നിന്റെ വീട്ടിലെ ഒരു ജോലിക്കാരൻ്റെ മകൻ, നിനക്കത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാണ്. ആ സമയത്ത് എൻ്റെ കൂടെ നീയും ആഹാരം കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ലേടി ഞാൻ വലിയ കടമുതലാളിയൊക്കെ ആയത്. അതിനു മുമ്പേ അതിനെക്കാട്ടിലും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ കിടന്നിട്ടുണ്ട്. കഴിക്കാൻ ചോറ് പോലും ഇല്ലാതെ കഞ്ഞിവെള്ളം കുടിച്ച് ഞാൻ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് നീ അതൊന്നും കൂടുതൽ പറയണ്ട. മര്യാദയ്ക്ക് നീ നിന്റെ കാര്യം നോക്കി ഇരുന്നാൽ മതി. ഇതെൻ്റെ വീടാ, ഇതെൻ്റെ മക്കളാ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീ നിന്റെ കാര്യം നോക്കി ആ മുറിയിലെങ്ങാനും പോയി അടങ്ങി ഒതുങ്ങി ഇരുന്നോണം എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. രോഹി, നിനക്കെന്താണ് വട്ടായോ? അവിടൊക്കെ പോയിട്ട് ആഹാരം കഴിക്കാന്ന് പറഞ്ഞ് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അമ്മ എന്തിനാ ഇങ്ങനെ തരംതിരിച്ചിട്ടാ കാണുന്നത്? അവർക്ക് കാശില്ലെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് അമ്മ ഇങ്ങനെ അവരെ പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ, കാശ് മാത്രമാണ് ലോകത്തെല്ലാം എന്ന് ചോദിക്കാണ്. അത്രയും കാശുണ്ടായിട്ടും ഈ മോൻ കിടന്നത് ജയിലില്ല. അമ്മയ്ക്കത് ഓർമ്മയുണ്ടോ? കാശിലൊന്നും ഒരു വിലയുമില്ല. ആളുകളുടെ സ്നേഹവും അവരുടെ മനസ്സും അവരുടെ നന്മയാ വലുത്. അത് ആ വീട്ടിൽ ആവോളം ഉണ്ട്.
അങ്ങോട്ടേക്ക് കയറിയപ്പോൾ തന്നെ എന്താ ഐശ്വര്യാന്നറിയോ, അച്ഛനും മക്കളും ഭാര്യയും അച്ഛനമ്മയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് കൊതിയാവുമായിരുന്നു. ആ അമ്മയുടെ സമീപന സ്നേഹമൊക്കെ അമ്മയെന്ന് കണ്ടുപഠിക്കുന്നതാ. മക്കളോടൊക്കെ എന്ത് സ്നേഹമാണെന്നറിയോ, ഭർത്താവിനോട് എന്ത് ബഹുമാനാന്നറിയോ. എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുക്കുമ്പോൾ ആ അമ്മയുടെ കൈപ്പുണ്യവും ആ അമ്മയുടെ സ്നേഹവും ആ അമ്മയുടെ വാത്സല്യമൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാ. അമ്മ ഒന്നും അതിൻ്റെ 7 അയലൊക്കത്ത് വരില്ല. അമ്മയ്ക്ക് കാശുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കുറേ അഹങ്കാരവും കുറേ ഈഗോയും കുറേ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അമ്മയുടെ മനസ്സിൽ. അല്ലാതെ അതുപോലുള്ള സ്നേഹവും വാത്സല്യവും ഒന്നും അമ്മയ്ക്കില്ല. അതവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതാമേ ഇവിടെ അവിടെയുള്ള വ്യത്യാസം എന്നും പറഞ്ഞുകൊണ്ട് രോഹി അകത്തേക്ക് കയറി പോകുമ്പം നമ്മുടെ വൈജയ്ക്ക് അതൊരു അടി കൊണ്ടതുപോലെ ആവുന്നുണ്ട്. എന്നിട്ട് അലീന ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുമ്പോൾ വൈജ പറയുന്നുണ്ട്, ഇവൾ ഒറ്റയിരുത്തിയ എല്ലാത്തിനും കാരണക്കാരി. കൃഷ്ണ പറയാണ്, ഈ ഡയലോഗ് എന്താ വരാത്തേന്ന് ഞാൻ ഓർത്തിരിക്കുകയായിരുന്നു. ഡി എന്ന് പറയുമ്പം മിണ്ടാതെ കിടന്ന് ഉറങ്ങമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അവരും കിടക്കാനായിട്ട് പോവാണ്. വൈജയ്ക്ക് ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര ദേഷ്യം വന്ന് കലിപ്പിച്ചതുകൊണ്ട് മുറിയിലേക്ക് പോകുന്നുണ്ട്. ശരണ വീട്ടുകാരാണെങ്കിലോ ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം അവരാഗ്രഹിച്ച പോലെ ഒരു വീടൊക്കെ വാങ്ങി ശരണ നല്ല കോളേജിലേക്കൊക്കെ പഠിപ്പിച്ചയച്ച് അവർക്ക് നല്ല സെറ്റിലാകാനുള്ള ഒരു ചാൻസാണല്ലോ ഒത്തുവന്നത്. അത് ഓർക്കുമ്പോൾ അവർക്കും വലിയ സന്തോഷമാണെന്നുണ്ട് കേട്ടോ.